എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വയലിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ബക്കറ്റ് പറമ്പിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നരസിംഹം കാണേണ്ട ഒരു ഗ്ലാസ് കണ്ടായിരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ബക്കറ്റ് ചിക്കൻ ആണ്. നമുക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ള, എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂടാനുള്ളവരൊക്കെ കൂടെ കുടിക്കോ. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് ഒരുപാട് എപ്പിസോഡ്സ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞു തീർപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചിക്കൻ കുത്തി നിർത്താനായിട്ട് സാധനം കട്ട് ചെയ്താണ്. എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബക്കറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ലൊക്കേഷൻ. വയലിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോണത്. കായലിന്റെ അരികത്തായിട്ടാണ് നമ്മുടെ ഈ സ്ഥലമുള്ള. ഇവിടെയാണ് നമ്മളിപ്പോൾ പരിപാടി ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കാനുള്ള പാട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. നെയ്യുടെ പാട്ടേ നമുക്കപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എന്താ മൂടി കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങള്. നമ്മളപ്പോ ഈ ചിക്കനും പാട്ടേ ഒക്കെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പാട്ടയൊക്കെ കഴുകാനായിട്ട് പോവാണ്. ശ്യാമസുന്ദര എന്താ പാട്ടൊന്ന് പാടിക്കേട്ടാ. ഭൂമി ഫൈനലി നമ്മൾ നമ്മുടെ ചിക്കൻ കഴുകാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാട്ടയൊക്കെ കഴുകി അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ചിക്കനിൽ തേക്കാനുള്ള മസാലയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകും. അപ്പൊ അതിനാ മുന്നോടിയായിട്ട് ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇവര് ചിക്കൻ എന്തോ കഴുകാൻ പോയ സമയം കൊണ്ടതേ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് അല്ലേ വെച്ചിട്ടുണ്ട് മസാല വരട്ടാൻ. നല്ല അടിപൊളിയല്ലേ. അപ്പൊ നമ്മുടെ തക്കാളി നന്നായിട്ട് ഇടിച്ച് ചതച്ച് പരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ വരഞ്ഞ് അകത്തോട്ട് പോയി ഇവിടെ ഇല്ല കേട്ടാ. ഓക്കെ, ഇനി നമ്മൾ മസാല തേക്കാൻ പോവാണ്. അപ്പൊ ആദ്യം മഞ്ഞൾ പൊടി, ഗരം മസാല. നല്ല കാറ്റുണ്ട്, അതാണ് പറന്നു പോകുന്നത്. അതെ അതെ അതെ, ചിക്കൻ മസാല. ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റാണോ നോക്കിക്കോണം കേട്ടോ. ഞാൻ പിന്നെ അടുക്കള ഡെയിലി കാണുന്നതുകൊണ്ട് എനിക്ക് എല്ലാത്തിന്റെ അളവൊക്കെ കൃത്യമായിട്ട് അറിയാം. മല്ലിപ്പൊടി. ഇനി ഫൈനലി കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ കളർ കൊടുക്കുന്ന സാധനം. അതെ അതെ, കാശ്മീരി എല്ലാം തോന്നുന്നത് പിരിവിരി മുളകാണ്. അങ്ങനെയാണ് മൂത്തിലെടുത്ത് എരിയും കേട്ടോ. എണ്ണ നന്നായിട്ട്
മിക്സ് ചെയ്യും. ചിക്കനിലോട്ട് ഇത് നല്ല അകത്തോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കും. ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നമ്മുടെ തന്നെയാണ് മൊത്തം സാമാനം. പറമ്പിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്റെ അനിയനല്ലേ ആള്. അതെ അതെ, ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യുമല്ലേടാ. എനിക്കറിയാം. ഓഹോയ് 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 ഓഹോയ്. ചിക്കൻ നാളത്തെ അമ്മയുടെ തൊഴിലുറപ്പിനോ അവളെപ്പോണ് ഇഷ്ടം പോലെ. എന്ത് ദിനു പറഞ്ഞ കണക്ക് എന്റെ അമ്മ എന്നെ ഇതിനകത്ത് വീട്ടിൽ പോലും അമ്മ പണിയെടുപ്പിക്കത്തില്ല. ജ്ഞാനന്തേയം നരസിംഹം എന്നാത്ത മോഹം നരസിംഹം ജ്ഞാനന്തേയം നരസിംഹം. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ ബക്കറ്റ് നമ്മളത് മൂടാൻ പോകണം. ആക്ച്വലി ചിക്കനെ കാണാണ്ട് ഒരു ഗ്ലാസ് കണ്ടായിരുന്നു. ചിക്കൻ അവസാനമായിട്ട് കാണാറുണ്ട്. ഇത് നമ്മൾ കനലാണ് മേടിച്ചിട്ടുള്ളത്. നമ്മുടെ കനൽ നമ്മളത് ചുറ്റും ഇട്ട് കൊടുക്കുക. നല്ല അങ്ങോട്ട് പോകും. എന്താ പറ്റിയേ? ഇവിടെ മേളിൽ കിടന്നു അടിയിൽ തീ പോകുന്നു. കേട്ടോ, ഇതിപ്പോ കത്തി തീരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ ബക്കറ്റ് ചിക്കനൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇത് ബക്കറ്റ് ചിക്കൻ ആണോ കരിഞ്ഞ ചിക്കൻ ആണോ എന്ന് പിന്നെ നമുക്ക് നോക്കാം എടുത്തു കഴിഞ്ഞിട്ട് സാധനം വെന്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ബക്കറ്റ് ചിക്കൻ ആണോ കരിഞ്ഞ ചിക്കൻ ആണോ ആദ്യം തന്നെ എല്ലാത്തിന്റെ നിഫ് ഉണ്ടോ. ഹോട്ടലിൽ പോവാ. അപ്പൊ നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാരും ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇതിനു?